ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും ക്രിസ്മസൊക്കെ ആഘോഷിച്ചില്ലേ? ദേ ന്യൂ ഇയർ എത്താറായി. അപ്പം നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ഇത്തവണ നമ്മളൊരു ബട്ടർ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഈ ബട്ടർ ചിക്കൻ കറി ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 പേർക്ക് കഴിക്കാനുള്ള അത്രയും ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതിലേക്ക് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന അത്രയും നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10ഓളം വരുന്ന പീസുകൾക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ചതച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചോ കൈ വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് മസാല ഒക്കെ പിടിച്ച് വരട്ടെ, അതുവരെ നമുക്കിത് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ മസാല റെഡിയാക്കി എടുക്കാം. ഈ ബട്ടർ ചിക്കൻ റെഡിയാക്കുവാനായിട്ട് നമുക്ക് ഗ്രേവിയും റെഡിയാക്കി വെക്കണം, ചിക്കൻ ഫ്രൈ ചെയ്തും വെക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിനാവശ്യമായ ഗ്രേവി റെഡിയാക്കാം. അതിനായിട്ട് പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ, നമ്മളിത് ഓൾറെഡി ബട്ടർ ചിക്കനാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ബട്ടറിലാണ് കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്രയും ബട്ടർ ആവശ്യമില്ലെങ്കിൽ അല്പം സൺഫ്ലവർ ഓയിലോ മറ്റുള്ള വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നിറയെ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഹോം മെയ്ഡ് ബട്ടറാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ബട്ടറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മുടെ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ഉള്ളി അരിഞ്ഞു വെച്ചതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഉപ്പ് കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്കിനി ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിതിൽ ഒത്തിരി എരിവുള്ള ഒരു കറിയല്ല ഇത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 3 തക്കാളി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ തക്കാളിയൊക്കെ അടിഞ്ഞ് വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇതിനൊപ്പം തന്നെ നമുക്കിതിലേക്ക് കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഏകദേശം ഒരു 10ഓളം മുഴുവനായിട്ടുള്ള കശുവണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ പച്ചമണമൊക്കെ മാറി നല്ല രീതിയിൽ നമുക്ക് വഴന്ന് കിട്ടണം. നമ്മളിത് ഇനി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കേണ്ടതാണ്. നമ്മുടെ ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റായിട്ടുള്ള ഗ്രേവി വരുന്നതാണ്. അപ്പോൾ നമുക്കത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനത് നേരത്തെ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. നിങ്ങൾ നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർക്കുന്ന ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തണുക്കട്ടെ. എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് തക്കാളിയൊക്കെ മുഴുവനായിട്ട് മിക്സിയിലേക്ക് ചേർത്ത ശേഷം ഈ പാൻ ഇങ്ങനെ തന്നെ മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ അല്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് ബട്ടറിൽ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ഡിന്നറിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ഹെവി ആവാതിരിക്കാനാണ് ഞാൻ അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ഒന്നും അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചിക്കൻ്റെ പുറമേയുള്ള ഭാഗം ഒന്ന് മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ബാക്കിയുള്ള കുക്കിംഗ് നമ്മുടെ ഗ്രേവിയിൽ ചെയ്തെടുക്കാം. അപ്പം മുഴുവനായിട്ട് നമ്മുടെ ചിക്കൻ വേവണമെന്നില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ചിക്കനിൽ നന്നായിട്ട് കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മുരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് ഏകദേശം ഈ ഒരു ബ്രൗൺ നിറം ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മുഴുവനായിട്ട് നമ്മുടെ ചിക്കൻ മറിച്ചിട്ട് കൂടെ
ഒന്നുകൂടെ വേവിച്ചെടുക്കാം. രണ്ട് വശവും ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാക്സിമം ഇതൊരു നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ സാധാരണ ചീൻചട്ടിയിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ചിക്കനൊക്കെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നോൺ സ്റ്റിക്ക് പാനിലാകുമ്പോൾ നമുക്ക് വളരെ കുറച്ച് എണ്ണ ചേർത്ത് ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്കിത് മുഴുവനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കണ്ടോ, നമ്മുടെ ചിക്കനൊക്കെ ഇപ്പോൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ അല്ല, നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയൊക്കെ ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കുവാനായിട്ട്. നമുക്കിത് ഇനി ഒരു ബൗളിലേക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. ഒരരിപ്പ വെച്ചിട്ട് ഇതിൻ്റെ പ്യൂരി മാത്രം കിട്ടുന്ന രീതിയിൽ നമുക്ക് അരിച്ചെടുക്കാം. നമുക്കത് ഒത്തിരി തിക്കായെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർത്ത് അരിച്ചെടുക്കാം. നല്ല രീതിയിൽ അരിച്ചെടുത്താൽ നമുക്കിതാ ഇത്ര മാത്രമേ നമുക്ക് വേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇതിൽ നിന്ന്. അതിന് വേണ്ടിയിട്ടാണ് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാനിൽ തന്നെ നമുക്ക് ഈ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പ്രത്യേകിച്ച് അതൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ചിക്കനൊക്കെ കരിഞ്ഞ ആ ഒരു ടേസ്റ്റ് നമുക്ക് നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു സ്വാദ് നൽകും. അപ്പോൾ ഇതിലേക്ക് തന്നെ നമ്മൾ ഈ ഗ്രേവി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഗ്രേവിയിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഗ്രേവി അത്യാവശ്യം തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഏലക്കായും 2-3 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അല്പം അധികം ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇത് നമ്മൾ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ ഗ്രേവിയിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗ്രേവി നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കനിലൊക്കെ നല്ല രീതിയിൽ ഗ്രേവി ആവുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഗ്രേവി അത്യാവശ്യം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഉപ്പൊക്കെ ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് വേണ്ടത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ബട്ടർ ചിക്കൻ ഗ്രേവിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നൽകും. അത്തരത്തിൽ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിലും നല്ല സ്വാദാണ് നമ്മുടെ കറിക്ക്. അപ്പോൾ നമുക്കിത് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ അത് അല്പം കസൂരി മേത്തിയും ഫ്രഷ് ക്രീമൊക്കെ ചേർത്തിട്ട് നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ കറിക്ക് പറ്റിയ നല്ലൊരു വീറ്റ് പൊറോട്ടയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ നിങ്ങളുടെ കമൻസും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.